ദൈവത്തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഈ 10-ാം അധ്യായത്തിൽ പൊതുവെ ഉള്ളത് ഇസ്രായേൽ യഹൂദ രാജാക്കന്മാരുടെ നാശമാണ്. അവരൊക്കെയും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ സംഹരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പൊതുവെ നമ്മളിതിൽ കാണുന്നത്. യേഹൂ രാജാവാണ് അതിന് നേതൃത്വം നൽകുന്നതിന് ശേഷം അദ്ദേഹവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായി നമ്മൾ കാണുന്നു. അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ബാലിൻ്റെ ആരാധകരെയൊക്കെയും അദ്ദേഹം സ്നേഹപുരസ്സരം വിളിച്ചു കൂട്ടുകയും ബാലാരാധനയെ പ്രോത്സാഹിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരെ ഇണക്കത്തിൽ വിളിച്ചു കൂട്ടി അവരെയൊക്കെ വധിക്കുന്നതായ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഈ യേഹൂവിൻ്റെ മരണവും സംഭവിക്കുന്നതായി 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പൊതുവെ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന് അധികാരവും സമ്പത്തും വരുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റവും പിശാചിന് അവൻ അടിമപ്പെട്ടിട്ട് കഠിനഹൃദയന്മാരായി മാറുകയും യാതൊരു മാനുഷിക നീതിയുമില്ലാതെ കരുണയുടെ ഒരു അംശം പോലും ഇല്ലാതെ ഹീനമായി പരസ്പരം കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതായ കാര്യങ്ങളാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ ഭരണകാലത്തെല്ലാം അപ്രകാരം ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തരായ വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിന് പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ അവനവൻ്റെ ബോധ്യമനുസരിച്ചും സൗകര്യമനുസരിച്ചും അവിടെ പ്രവർത്തിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ സമാപനം എടുത്തപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകും, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എൻ്റെ പിതാവായിരിക്കും, ഇനി അവൻ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. ഇനി നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കേണ്ടത് പരിശുദ്ധാത്മ പ്രേരണയാലാണ്. ആ പരിശുദ്ധാത്മ പ്രേരിതമായി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, അത് തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി വിനയത്തിൻ്റെ മനോഭാവവും ക്രൂശിൽ കിടന്ന് വേദനയെടുത്ത് മരിക്കുമ്പോൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയും കർത്താവ് ആ മാതൃക കാണിച്ചു തന്നു. ആ മാതൃകയിലാണ് പുതിയ നിയമസഭയുടെ ആരംഭം. പുതിയ നിയമസഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിലൊക്കെ ആ മനോഭാവമുള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയോ അവരൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ അവരാഗ്രഹിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ആ കാലഘട്ടം മാറി പുതിയ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും പഴയ നിയമ ആ ആത്മാവിൻ്റെ ഒരവസ്ഥയിലേക്ക് തന്നെ പ്രതികാരത്തിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ, ആ പകരം വീട്ടലിൻ്റെയൊക്കെ ഒരവസ്ഥയിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മാമോദീസായിൽ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് എല്ലായിടത്തും കാണുന്നു. നമ്മൾ മനസ്സുവെച്ചെങ്കിൽ മാത്രമേ ഇതിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. ദൈവം ബലം പ്രയോഗിച്ച് ആരുടെ മേലും ഒന്നും പ്രവർത്തിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുവാൻ സന്തോഷം പങ്കുവയ്ക്കും. അപ്പോൾ വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവേശിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്രകാരം നമുക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് പോലെയുള്ള
പ്രതികാര ബുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് ആ പഴയ നിയമ ആത്മാവിനെ നീക്കിക്കളഞ്ഞ്, പഴയ നിയമ ഉടമ്പടിയെ വരെ നീക്കിക്കളഞ്ഞ് പുതിയ നിയമ ഉടമ്പടി കർത്താവ് നമുക്ക് നൽകി അതിൻ്റെ കീഴിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവില്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ബോധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ശിഷ്യന്മാരുടെ ജീവിത രീതി എന്തെന്ന് മനസ്സിലാക്കുന്നതിനാണ്. അതുകൊണ്ട് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാനല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുവാനല്ല, അത് എത്രമാത്രം ഹീനമായൊരു പ്രവൃത്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരണം. പ്രകാരം പരിശുദ്ധാത്മാവിന് വിധേയമായൊരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനയും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ അതിന് നമ്മളെ സഹായിക്കണം. ഓരോ ദിവസവും അതിനുവേണ്ടി ദൈവസ്ഥലിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.